കുഞ്ഞാപ്പൂ ഞാൻ അവിടെ നോക്കുക. ഇവിടെ അല്ല ഇന്നലെ ഒന്നും എന്നെ കണ്ടില്ലല്ലോ. എവിടെ ഇരുന്ന് എവിടെ തന്നെ എവിടക്ക പോയി തന്നെ ചെല്ലാൻ പറഞ്ഞു മാമനെ. മാമൻ വന്നിട്ട് 1 മാസം 2 മാസമായി. അപ്പൊ മാമക്ക് തീരെ വെച്ചായിട്ട് വന്നതാണ്. അപ്പൊ ഞങ്ങൾ കൊറേ കാത്തുനിന്ന് മാമൻ വരുന്നില്ല. അപ്പൊ അമ്മായി വിളിച്ചിരുന്നു, മാമനെ നിങ്ങൾ കാണാൻ വരരുത് ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞു മാമ ഇങ്ങോട്ടല്ലേ വരണ്ടേന്ന് ചോദിച്ചു ഉമ്മ. അപ്പൊ പറഞ്ഞു ഇല്ലടാ മാമക്ക് വെച്ചായിട്ട് വന്നതാണ്. അപ്പൊ ഉമ്മ അറിയാതെ മനസ്സിൽ ഇങ്ങോട്ട് അവളെ കൊമ്പൊക്കെ ഒടിഞ്ഞല്ലോ കുഞ്ഞാപ്പോ, അല്ലെങ്കിൽ മുണ്ടലില്ലല്ലോ. കോഴിക്കോട്ടെ മാമനാ? അല്ല തിരൂര് മാമൻ. തിരൂര് മാമനാ? മാമ 5-10 മാമ ഉണ്ടല്ലോ. ഇത് സ്വന്തം മാമനല്ലത്രേ. അടിമാന്റെ മോന്റെ അങ്ങനെയാണ് മാമൻ. ഞങ്ങൾക്ക് കുടുംബക്കാരൊക്കെ ആക്കാണ് ഞങ്ങള്. ഞങ്ങളല്ല കുടുംബക്കാരോ അല്ലെങ്കിൽ ആക്കൂലല്ലേ, കിട്ടൂലല്ലോ. എന്തിനും കിട്ടൂച്ചിട്ടാണ് കൊറേ നേരെ കാക്കാന്നെല്ലാം കൂടി ഇരിക്കണേ. അത് കാക്കൊക്കെ പഴിച്ചിട്ടാവും. അയച്ചിട്ടൊന്നല്ലടാ വിരുന്നേര് വരും ഇത്ര. ഞാന് കാത്തുക്കട വിരുന്നേര് ആരും കാണാൻ. അത് ശരി, കാക്ക കരഞ്ഞിട്ട് കാത്തുക്കാണല്ലേ. വിരുന്നേര് വരുമോ? അതിന് വരാറിഞ്ഞ ആരും വരാൻ വേണ്ടില്ല. കാക്ക കരഞ്ഞ ആരും വരും. എന്നോട് കുഞ്ഞാപ്പ മൂത്താപ്പാനെ ഒരു ദിവസം ഇങ്ങോട്ട് കൊടുന്നൂടാ. മൂത്താപ്പാൻ ഇനി കൊണ്ടുവരണല്ലേ? കൊറേ ആയാലും കണ്ടിട്ട്. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ അങ്ങനെ മാമന്റെ അടുത്ത് പോയിട്ട് മാമ ചെന്നിട്ട് മാമക്ക് എന്താ വെച്ചാന്ന് പറഞ്ഞ് പോയതാണ്. അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അമ്മായി നിന്നും പോണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് ഇങ്ങനെ പോകുന്നു. ഇറച്ചും പത്തിലൊക്കെ ഉണ്ടായിരുന്നു. ശരി, വെട്ടി മുണിയുണ്ടാവൂലേ? പോകുമ്പോ അമ്മായി 2 ദിവസം നിന്ന് പോയിക്കൂടെ മാമനെ ചോദിച്ചത്. 2 ദിവസം കഴിഞ്ഞ് പോയാ പോരേന്ന്. മാമ വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ പൊട്ടാ. ശരി. അപ്പൊ തന്നെ അമ്മായി പറഞ്ഞേ, അമ്മായി പറഞ്ഞു നിങ്ങൾ എന്ത് വർത്താനാ പറഞ്ഞു. മാമനോട് പറയാം എന്ത് വർത്താനാ പറഞ്ഞത്. താത്താക്ക് പണിയൊക്കെ ഉള്ളതല്ലേ, ഇവിടെ നിന്നുണ്ടെങ്കിൽ താത്താന്റെ പണിയൊക്കെ ചോദിപ്പാവും. ഉമ്മാനോട് പറഞ്ഞു നിങ്ങളെ ആങ്ങളുടെ കാര്യം നോക്കണ്ട, ആങ്ങൾക്ക് അറിയില്ല. ആങ്ങളെ കൂട്ടം നോക്കണ്ട, നിങ്ങൾക്ക് പണിയുള്ളതല്ലേ, മൂപ്പാർക്ക് അറിയില്ലല്ലോ. എന്നിട്ട് ഉമ്മാനോട് അറിയാം നിങ്ങൾ നിക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അറിയാട്ടെ പക്ഷെ നിങ്ങൾക്ക് പണിയുള്ളല്ലേ, അത് ഒഴിവാക്കണ്ട. നിങ്ങള് നാളെ തന്നെ പോവാന്ന് പോയിക്കോളിയ. അത് കേട്ടപ്പോ അമ്മ അറിയാം എന്നാ ശരിയാളാവും, പണിയല്ല എല്ലാവരും പോകുന്നു. ഞങ്ങള് പോകാൻ നേരത്തുണ്ട് എന്താണ് മാമക്ക് മുട്ടായി തരാന്ന് ഒതുങ്ങി വെച്ചിന്ന്. ഉമ്മ മറന്നു ആ മുട്ടായി കരയൊക്കെ എടുക്കാൻ മറന്നു. അപ്പൊ ഇമ്മ അറിഞ്ഞു കുഞ്ഞാപ്പോ പോയി എടുത്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറയാം, ഞാൻ കുറെ തുമ്പീനെ കണ്ടപ്പോ പിടിക്കാർക്കായിരുന്നു. അപ്പൊ അറിയുമ്പ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറയുമ്പോ ഞാൻ തുമ്പിനെ പിടിക്കാൻ അങ്ങനെ എടുത്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ അമ്മ പറയും ചെന്നപ്പോ ഇത്ര മാമനായിട്ടിട്ട് പോയി. എന്ത് പണിയാന്ന് പറഞ്ഞത്, താത്ത ഒറ്റയ്ക്ക് നിക്കണമെന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. ആ വയറാവ് പോലെ ചെക്കനങ്ങനെ കണ്ടൂടെ, ചെക്കനൊക്കെ തിന്നും ചെയ്യും മുടിക്കുകയും ചെയ്യും. കുഞ്ഞാപ്പൂനെ ഇന്നെ പറയാത്രേ എന്റെ അമ്മാനെ പാവൻ പറഞ്ഞത്രേ. അത് താത്ത പാവാൻ, താത്ത ഇവിടെ നിന്നോട്ടെ. അതേമാതിരി ആ ചെക്കനെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ തൊട്ടുകൂടി ഇരിക്കും ചെയ്യും. ശരിയാണ്, ഞാനടങ്ങ് പിടിക്കടാ ഇതാണെങ്കിലും ഒക്കെ തിന്നും ചെയ്യും. പിടിച്ചും കൂടി ഇരിക്കും. ചെക്കൻ ചുമരും ഒത്തി വരക്കും ചെയ്യും. കാക്കൂന്നൊക്കെ ഇങ്ങനെ പറയണ്ടത്രേ. അപ്പൊ ഇനി ഒരു കേട്ടിട്ട് താഴെ ഉമ്മ കുറച്ചത്രേ അത്ര അമ്മായി നെറ്റിട്ട് എന്തേ താത്ത എന്തേ എന്ത് അപ്പൊ ഇമ്മ അന്നത്രേ അല്ല നിങ്ങള് മുട്ടായി തന്നത് അത് എടുക്കാൻ വന്നാണ്. അപ്പൊ അമ്മായി പേടിച്ചിട്ടൊരു ഇതായി, കൊറേ നേരമായി വന്നിട്ട്. അപ്പൊ ഉമ്മ അല്ല ഞാൻ ഇപ്പത്തെ വരുന്നോളൂ എന്ത് ചെയ്യാന്ന് വെച്ചിട്ട്, അല്ല ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞത്രേ. അത് ഉമ്മ കളത്തി എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ പറഞ്ഞതൊക്കെ ഉമ്മ കേട്ടുണ്ടാവിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പൊ അമ്മായി അല്ല കുഞ്ഞാപ്പൂടെ ഉമ്മ പറഞ്ഞു ഞാൻ പാടത്ത് ഒന്നിനെ പഠിക്കണ്ടേ കിടക്കാറാ. ഉമ്മന്ന് പഠിക്കൊന്നും പോയിട്ടില്ല. ഇന്നത്തെ സീനുണ്ട് ഉമ്മക്ക് എടുക്കുകയാണ്. നിന്നെ കാണണ്ട എന്നായിക്കോട്ടെ. ഇനി കുഞ്ഞാപ്പ നമുക്ക് എപ്പോഴാ കാണാ? നാളെ കാണാം. എന്നായിക്കോട്ടെ.